ഹലോ, റമളാൻ കരീം. അപ്പം എല്ലാവരും നോമ്പൊക്കെ മുറിച്ചോ? എന്തായിരുന്നു എല്ലാവരുടെയും വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് നോമ്പൊക്കെ മുറിക്കാൻ? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് കട്ട്ലറ്റും സമൂസയും ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കാന്ന്. കാരണം ഞാൻ ഡെയിലി കഴിഞ്ഞ തവണയൊക്കെ ഡെയിലി ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ വിചാരിച്ചു നോമ്പ് മുറിക്കാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിലാണല്ലോ, അപ്പൊ അധികം ആരും ഇല്ല. ഉമ്മായും വാപ്പായും മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഉണ്ടാക്കുന്ന ഭയങ്കര മെനക്കേടല്ലേ, ചിരിച്ചേ ചിരിച്ചേ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചിങ്ങനെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് നോക്കാം ഒരു 2-3 ദിവസത്തേക്ക്. എന്നിട്ട് ആ ഐഡിയ കൊള്ളാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടും പരീക്ഷിക്കാം. ഒരുപാട് പേരുടെ വീഡിയോസിൽ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഇതായിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നും കാണൂലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ചെയ്തു നോക്കാന്ന് വിചാരിച്ചേ. എനിക്കാണെങ്കിൽ പൊതുവെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഡെയിലി ഉള്ള കുക്കിംഗ് ആയാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള അടുക്കളത്തെ പരിപാടിയൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു പുതിയ ഐറ്റംസ് കണ്ടാല് ട്രൈ ചെയ്ത് നോക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പിന്നെ നോക്കിയപ്പം ഇവിടെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം വേറെ ആരും നമ്മുടെ ശല്യപ്പെടുത്താനൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനങ്ങ് കയറി. നോമ്പിന് പിന്നെ എന്തൊക്കെ ഐറ്റംസ് വന്നാലും ഓരോ നോമ്പിനും പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏകദേശം മസാലയൊക്കെ സെയിം ആയിരിക്കും, എന്നാലും ഐറ്റംസ് ഇങ്ങനെ റയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാലും നമ്മുടെ സമൂസയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് സമൂസ. അങ്ങനെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ സമൂസയുടെ ഫില്ലിങ്സ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ ഞാൻ കട്ട്ലറ്റിനുള്ളതും സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ, ചെറിയ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് ഒക്കെ അല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന കട്ട്ലറ്റും ഞാൻ ഉണ്ടാക്കുന്ന കട്ട്ലറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ കാണും. ഒന്നുമില്ല, ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യും കേട്ടോ. എനിക്ക് കുറച്ച് എരിവൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നോമ്പ് എനിക്കല്ലല്ലോ വീട്ടിലുള്ളവർക്കല്ലേ? പക്ഷെ വീട്ടിലുള്ളവർക്കും എരിവൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ വലുതായിട്ടല്ല, കുറച്ച് ആഡ് ചെയ്യും. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പം അങ്ങനെ വലിയ എരിവൊന്നും ഫീൽ ചെയ്തില്ല. നോർമലി ഉള്ള ആ ഒരു ടേസ്റ്റ് തന്നെ ഫീൽ ചെയ്തത്. ചിലപ്പോൾ അത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്തത് കൊണ്ടായിരിക്കും എന്തോ. എന്തായാലും അങ്ങനെ കട്ട്ലറ്റിനുള്ള പരിപാടിയും ഞാൻ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാ തവണയും നോമ്പിന് ഞാൻ എന്തെങ്കിലും നമ്മുടെ പുതിയ ഐറ്റംസ് ഒക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വൈറലാകാറുണ്ടല്ലോ. അപ്പൊ ഞാൻ അതൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തവണ പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് മിക്കവാറും അങ്ങനത്തെ പരിപാടിയൊന്നും കാണത്തില്ല എന്ന് വിചാരിക്കുന്നു. നോമ്പ് തുടങ്ങിയതല്ലേ ഉള്ളൂ, എന്റെ കയ്യിലിരിപ്പ് എനിക്ക് തന്നെ അറിയത്തില്ല. വലിയ പാടില്ലാത്ത റെസിപ്പീസ് ഒക്കെ കാണുവാണെങ്കിൽ ഞാനങ്ങ് ചെയ്യും ചിലപ്പോൾ. പാടുള്ളതാണെങ്കിലും ചിലപ്പോൾ ചെയ്യും, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനങ്ങ് ചെയ്യും. ഞാൻ ചെയ്യുന്ന എല്ലാം അങ്ങ് സക്സസ് ആവുന്നോണ്ടൊന്നും അല്ല കേട്ടോ. പകുതിയും ഫ്ലോപ്പ് ആവാറാണ്. പക്ഷെ എന്തോ അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് ചിലതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് സക്സസ് ആവും. അങ്ങനെ കഴിഞ്ഞ തവണ, കഴിഞ്ഞതിന് മുന്നത്തെ തവണ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഒരു ചട്ടിപ്പത്തിരിയുടെ വേറൊരു ഐറ്റം, ചിക്കൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഒരു ചട്ടിപ്പത്തിരി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ അതിന്റെ വേറൊരു ഐറ്റം, ഒരു ഇറാനി പോളയെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും. എന്റെ അവിടെ ചാത്തന്റെ ഒരു വീട്ടിലായാലും ഇവിടെ ആയാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആ സാധനം. ഞാൻ അതിന്റെ ഒരു റെസിപ്പി ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അതുണ്ടാക്കുമ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അതുണ്ടാക്കാൻ വേണ്ടി നിന്നില്ല. ഞാൻ ഇനി ഒരു ദിവസം എന്തായാലും ഉറപ്പായിട്ടും ഞാൻ അതിന്റെ വീഡിയോ ഇടാവേ. അതിനുള്ള സാധനമൊക്കെ സെറ്റ് ആക്കിയിട്ട്. വലിയ പണിയൊന്നുമില്ല, കുറച്ച് ഐറ്റംസ് മതി. ബ്രെഡ്, മുട്ട, ചിക്കനോ ബീഫോ, മുട്ടയോ എന്താന്ന് വെച്ചാൽ. പക്ഷെ ഞാനിത് മൂന്നും ട്രൈ ചെയ്തതിൽ എനിക്ക് ചിക്കൻ വെച്ച് ചെയ്തപ്പോഴാണ് കുറച്ചധികം ഇഷ്ടപ്പെട്ടത്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ കട്ട്ലറ്റും ഏകദേശം സെറ്റായി. ഞാനവിടെ കട്ട്ലറ്റ് ഇങ്ങനെ എന്താണ് ഉരുട്ടി പരത്തി എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ അവിടെ നിന്ന് കരയുമായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. ഫോൺ എടുക്കാന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഇങ്ങനെ കട്ട്ലറ്റിന്റെ ഫില്ലിങ്സ് ഒക്കെ ആയിട്ടിരുന്നേല്ലേ. പൂച്ച വന്നിരുന്നിട്ട്, ഇവിടെ ഒരു ഗർഭിണി പൂച്ച ഉണ്ട് കേട്ടോ എന്നെ പോലെ. അതിങ്ങനെ വന്നിരുന്ന് എന്റെ അടുത്തിരുന്ന് കരയുമായിരുന്നു. അപ്പൊ ഞാൻ ഈ കട്ട്ലറ്റിന്റെ ആ ഫില്ലിങ്സ് കുറച്ചിങ്ങനെ ചിരിച്ച് നുള്ളി ഇട്ട് കൊടുത്ത്. അങ്ങനെ അത് കഴിച്ചിട്ട് പോയി. ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി വേഗം കഴിഞ്ഞു. കട്ട്ലറ്റിന്റെ പരിപാടി ഞാൻ വിചാരിച്ചതിലും വേഗം കഴിഞ്ഞായിരുന്നു കേട്ടോ. കട്ട്ലറ്റ് ഇങ്ങനെ എന്തുവാണ് ക്രംസിൽ മുക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ക്രംസിൽ മുക്കി ഫ്രീസറിൽ വെച്ചിട്ട് പൊരിച്ചാലും നല്ല പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും ആ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ അത് രണ്ടും സെറ്റാക്കി ഞാനെടുത്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നത്തത് വേറെ മാറ്റി വെച്ചു. അല്ലാതെ 4 ബോക്സും കിട്ടി, ഒരു ബോക്സ് എക്സ്ട്രാ കട്ട്ലറ്റും കിട്ടി. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. പിന്നെ